നമസ്കാരം. വാസ്തുവിദ്യയുടെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ഇൻട്രഡക്ഷനായിട്ട് ഒരു പ്രാരംഭം പറഞ്ഞു നിർത്തിയെങ്കിലും ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വാസ്തുവിദ്യയുടെ ശാസ്ത്രത്തെക്കുറിച്ചും അതിൻ്റെ ഭാരതീയ ശാസ്ത്ര വിഷയത്തെക്കുറിച്ചും ഭാരതത്തിൽ അവൈലബിളായിട്ടുള്ള ഗ്രന്ഥങ്ങളെ പറ്റിയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെപ്പറ്റി വാസ്തുവിദ്യയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ സിന്ധു നദീതട സംസ്കാരത്തെ പറ്റിയാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. ഗ്രന്ഥങ്ങളിൽ അവലോകനം ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്, ഞാൻ മനസ്സിലാക്കിയത് അതാണ്. അപ്പോൾ അതിൽ മോഹൻജദാരോ ഹാരപ്പ എന്ന് രണ്ട് സ്ഥലത്ത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ നിർമ്മാണത്തെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് പഠനങ്ങളും ഗവേഷണങ്ങളും ധാരാളം നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ഈ ഗൃഹനിർമ്മാണത്തെപ്പറ്റിയും വാസ്തുവിദ്യയെ പറ്റിയുള്ള പഠനത്തിൻ്റെ തുടക്കം എന്ന് ഞാൻ ഇതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. ഇനി രണ്ടാമതായി ഈ കാലഘട്ടമാണ്. അപ്പോൾ നമുക്കിതിനെ 2-3 ഘട്ടങ്ങളായിട്ട് തരംതിരിക്കാം. ഒന്ന്, ബുദ്ധൻ്റെ ജനനത്തിന് മുൻപുള്ളതും അത് കഴിഞ്ഞ് ഉള്ള കാലഘട്ടവും ഇന്ന് ആധുനിക കാലം, അങ്ങനെ 3ആയിട്ട് തരംതിരിക്കാം. ഒന്ന്, നമ്മൾ ബുദ്ധൻ ജനിക്കുന്ന ആ ഒരു അവസ്ഥ, ബുദ്ധൻ്റെ കാലഘട്ടം, അത് നമുക്ക് 1-ാം നൂറ്റാണ്ട് മുതൽ അറിയാമല്ലോ. അത് കഴിഞ്ഞിട്ട് ആ സമയത്തുള്ള നിർമ്മാണങ്ങളെല്ലാം തന്നെ ബുദ്ധിസ്റ്റ് അല്ലെങ്കിൽ ബുദ്ധശൈലി ആധിപത്യത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 4-ാം നൂറ്റാണ്ട് മുതൽ ആണ് ഭാരതീയ വാസ്തുവിദ്യയ്ക്ക് വേറൊരു ആംഗിൾ വന്നത്. അത് ഹിന്ദു നദീതട സംസ്കാരമായിട്ട് മാറുകയും ഹിന്ദുക്കൾക്ക് സ്വാധീനമുള്ള രീതിയിലോട്ട് അത് മാറ്റപ്പെടുകയും ചെയ്തു. അപ്പോൾ അവിടെ മുതലാണ് ശാസ്ത്രഗ്രന്ഥങ്ങൾ, ഇന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ശാസ്ത്രഗ്രന്ഥങ്ങളുടെ എല്ലാത്തിൻ്റെയും ഉത്ഭവം. ഇതിൽ 7-ാം നൂറ്റാണ്ടിൽ കർണാടകയിലെ ഐഹോൾ എന്ന ഒരു ക്ഷേത്ര നിർമ്മാണം, അല്ലെങ്കിൽ ആ ദുർഗാക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തോടനുബന്ധിച്ചാണ് ആദ്യമായിട്ട് വാസ്തുവിദ്യയെക്കുറിച്ചും ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചു തുടങ്ങിയത്. അപ്പോൾ 7-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഭാരതത്തിൽ ഇതിൻ്റെ ഗ്രന്ഥം, അടിസ്ഥാന 2 ഗ്രന്ഥങ്ങളാണ് ഇന്നും അന്നും ഒക്കെ പ്രാബല്യത്തിലുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാനസാര ശില്പശാസ്ത്രവും മയമതവും. ഈ 2 ഗ്രന്ഥങ്ങളെയും ബേസ് ചെയ്തിട്ടാണ് പിന്നെ ഉള്ള വാസ്തുഗ്രന്ഥങ്ങളുടെ എല്ലാം പിറവികൾ. അപ്പോൾ ഇതിനെപ്പറ്റി എന്താണ് മയമതം, എന്താണ് മാനസാര ശില്പശാസ്ത്രം എന്നുള്ളതും കൂടെ നമ്മൾ പരിശോധിച്ചിട്ട് വേണം പോവുക. ഉദാഹരണത്തിന് ഈ മാനസാര ശില്പശാസ്ത്രം എന്നുള്ള ഒരു സീരിയലായിട്ട് ഉള്ള ബുക്കുകളാണ്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് വളരെ എൻ്റെ കസ്റ്റഡിയിൽ, എൻ്റെ ശേഖരത്തിൽ ഞാൻ ഈ അടിസ്ഥാന ഗ്രന്ഥം സൂക്ഷിച്ച് അത് പഠിച്ച് അതിൽ നിന്നുള്ള അറിവുകൾ വെച്ചിട്ടാണ് ഞാൻ ഈ ശാസ്ത്രത്തെ കൈകാര്യം ചെയ്യുന്നത്. അത് ഒരു പ്രധാനമായിട്ട് ഈ മാനസാര ശില്പശാസ്ത്രം ഇത് വളരെ ഇതായിട്ടുള്ള ഒരു ശാസ്ത്രഗ്രന്ഥം. അതാണ് നമ്മൾ പ്രധാനമായിട്ട് 540 ശ്ലോകങ്ങളോട് അടങ്ങിയ ഒരു സീരിയലായിട്ടുള്ള ഒരു ബുക്കാണ് മാനസാര ശില്പശാസ്ത്രം എന്നുള്ള ഈ ഗ്രന്ഥം. ഒരു സീരിയലായിട്ട് 12 വോളിയമായിട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ ഓരോ വോളിയത്തിലും അതിൻ്റെ ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇത് സംസ്കൃത ബുക്കാണ്. അതിൻ്റെ വിശകലനമാണ് അടുത്ത് വരുന്ന ഓരോ ഗ്രന്ഥങ്ങളിലും, നമ്മൾ ഇന്ന് കാണുന്ന ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ മയമതവും ഇതുപോലെ ഒരു സംസ്കൃത ബുക്കാണ്. ഈ ബുക്കിലുള്ള 2 അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പരിചയപ്പെടുത്തിയത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ വിശദീകരിക്കാം. ഈ ഗ്രന്ഥങ്ങൾ ഏതാണെന്ന് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ പൊതുജനത്തിന് മനസ്സിലാകും. പലർക്കും ഈ അടിസ്ഥാന ഗ്രന്ഥം ഏതാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തിയത്. ഇതിൻ്റെ 2ൻ്റെയും ക്രോഡീകരിച്ചിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ ഇന്ന് കാണുന്ന വാസ്തുവിദ്യ ഗ്രന്ഥങ്ങളെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കേരളത്തിൽ ആദ്യമായിട്ട് വാസ്തുവിദ്യാ ഗ്രന്ഥങ്ങൾ ഉണ്ടായ കാലഘട്ടവും അതും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിലെ അടിസ്ഥാന വാസ്തുവിദ്യാ ഗ്രന്ഥങ്ങളെന്ന് പറയുന്നത് മാനസാര ശില്പശാസ്ത്രവും മയമതവുമാണ്. അതിൻ്റെ ആവിർഭാവവും ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞത് മാനസാര ശില്പശാസ്ത്രം ഉത്തരേന്ത്യയിലും
മയമതം ദക്ഷിണേന്ത്യയിലുമാണ് കൂടുതൽ പ്രചാരത്തിൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി രചിച്ച ഗ്രന്ഥങ്ങളാണ്. മയൻ എന്നുള്ളതൊരു നമ്മൾ ദ്രാവിഡ അസുര വിഭാഗത്തിൽപ്പെട്ട ഒരു ഗ്രന്ഥകർത്താവും മറ്റത് ബ്രഹ്മാവുമായിട്ട് ബന്ധപ്പെട്ട് ബ്രാഹ്മിൻസിൻ്റെ ഒരു സ്വാധീനമുള്ളതാണ് നേരത്തെ പറഞ്ഞ മാനസാര ശില്പശാസ്ത്രം. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം, ഈ ഗ്രന്ഥങ്ങളുടെ പ്രാധാന്യം, അതിൻ്റെ ഇത്. അപ്പോൾ കേരളം അടക്കം ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് മയമതമാണ്. ആ മയമതത്തിനെയും മാനസാര ശില്പശാസ്ത്രത്തിലെയും ഉള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഉള്ള ബുക്കെന്ന് പറഞ്ഞത് മനുഷ്യാലയ ഗൃഹനിർമ്മാണത്തിന് വേണ്ടി മനുഷ്യാലയ ചന്ദ്രികയും ക്ഷേത്രങ്ങൾക്ക് വേണ്ടി തന്ത്രസംശയവും, ഇങ്ങനെ 2 വിഭാഗമായിട്ട് അതിനെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഈ മനുഷ്യാലയ ചന്ദ്രിക തന്നെ ഏതാണ്ട് 20ഓളം ആൾക്കാർ, ആചാര്യന്മാർ, പഴയ കാലത്ത്, ഞാൻ ഇപ്പോഴത്തുള്ള കാര്യമല്ല പറഞ്ഞ, ആചാര്യന്മാർ അത് രചിച്ച ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ഒട്ടുമിക്ക ഗ്രന്ഥങ്ങൾ എൻ്റെ കസ്റ്റഡിയിൽ ഞാൻ ആദ്യം മുതലേ ഇതിൻ്റെ ശേഖരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ വാസ്തുവിദ്യയെക്കുറിച്ചിട്ട് അവൈലബിളായിട്ടുള്ള അടിസ്ഥാന ഗ്രന്ഥങ്ങൾ, പഴയ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്ന് മനുഷ്യാലയ ചന്ദ്രിക തന്നെ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20ഓളം ആൾക്കാർ അത് വിവർത്തനം ചെയ്ത് നമുക്ക് ലഭ്യമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുമ്പോൾ ഒന്ന് കാണിപ്പുയോർ ശങ്കരൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിൻ്റെ മനുഷ്യാലയ മഹാചന്ദ്രികയും അതുപോലെ തന്നെ അതേ സമയത്ത് കിടപിടിക്കുന്ന തരത്തിൽ ഉള്ള ഒരു ആളാണ് പയ്യന്നൂർ കേശവാചാര്യ. അദ്ദേഹം 2 പേരും പോയി, അന്തരിച്ചു പോയി. അപ്പോൾ ഈ 2 പേരെ ഗ്രന്ഥങ്ങളാണ് ഇന്ന് ഒട്ടുമിക്ക വാസ്തുവിദ്യ തത്വങ്ങളും നമ്മൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ. അതുകൂടാതെ കരുവ നമ്മൾ വാസുദേവൻ ആശാരി, അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇതിൻ്റെ വിവർത്തനങ്ങളുണ്ട്. അതിനെ കുറച്ച് പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് മനുഷ്യാലയ മഹാചന്ദ്രിക പയ്യന്നൂർ കേശവാചാര്യ രചിച്ച ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെ ബുക്കുകളും ഞാൻ എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടുത്താം. അതിൽ മനുഷ്യാലയ മഹാചന്ദ്രിക, അതിൻ്റെ ഫ്രണ്ട് പേജ് പോയി, പക്ഷേ ഇതാണ് അദ്ദേഹം എഴുതിയ മനുഷ്യാലയ ചന്ദ്രിക എന്നുള്ള ആ ബൃഹത് ഗ്രന്ഥം. ഇത് പൂർണ്ണമായിട്ടും ശ്ലോകസഹിതം വിശദമായിട്ട് നമ്മൾ വാസ്തുവിദ്യയെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റ് നമുക്ക് ഇന്ന് ബസ് സ്റ്റാൻഡിലോ കടകളിലോ കിട്ടുന്ന ഒരു വാസ്തുവിദ്യ പോലെയല്ല ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത. ഇത് കൃത്യമായിട്ട് വാസ്തുവിദ്യയെക്കുറിച്ച് പഴയ അതിനകത്ത് മയമതത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ മയമതം, മാനസാര ശില്പശാസ്ത്രം എടുത്തിട്ടുണ്ടെങ്കിൽ വാസ്തുമഞ്ജരി, ഇങ്ങനെ കുറേ ഗ്രന്ഥങ്ങൾ പഴയ ഗ്രന്ഥങ്ങളിൽ നിന്ന് അദ്ദേഹം വിശകലനം ചെയ്ത് എഴുതിയിട്ടുള്ള നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബുക്കാണ് മനുഷ്യാലയ ചന്ദ്രിക പയ്യന്നൂർ കേശവാചാര്യ. അദ്ദേഹത്തിൻ്റെ തന്നെ ക്ഷേത്രങ്ങളെ പറ്റിയുള്ളതാണ് ശില്പിരത്നം. ഇതെന്തിനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ, വാസ്തുവിനെ പറ്റി എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ അടിസ്ഥാന ഗ്രന്ഥം ഏതാണെന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇത് ക്ഷേത്രങ്ങളെപ്പറ്റി അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് പയ്യന്നൂർ കേശവാചാര്യ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ വീണ്ടും മുഴക്കോലെന്നും പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് പയ്യന്നൂർ കേശവാചാര്യ. പിന്നെ ഈ മനുഷ്യാലയ ചന്ദ്രിക കൂടാതെ മനുഷ്യാലയത വിധി എന്നും പറഞ്ഞൊരു ഗ്രന്ഥവും പയ്യന്നൂർ കേശവാചാര്യ എഴുതിയിട്ടുണ്ട്. പിന്നെ തച്ചുശാസ്ത്ര നിഘണ്ടു എന്നുള്ള ഗ്രന്ഥവും അദ്ദേഹത്തിൻ്റെ ഇതിലുണ്ട്. മയമതത്തിൻ്റെ മലയാള വിവർത്തനവും പയ്യന്നൂർ കേശവാചാര്യ നിർവഹിച്ചിട്ടുണ്ട്. പിന്നെ വാസ്തുവിദ്യ രഹസ്യം എന്നും പറഞ്ഞ ഒരു ചെറിയ ബുക്ക്, അത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനും ഒക്കെ കൂടെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹം എഴുതിയതാണ്. ഇങ്ങനെ പിന്നെ വാസ്തു പഞ്ചാംഗം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ബുക്കുകളാണ്. വാസ്തു പഞ്ചാംഗം, ചിത്രകലാശാസ്ത്രം പയ്യന്നൂർ കേശവാചാര്യ, അത് കഴിഞ്ഞിട്ട് കേശവീയം, കിണറിനെ പറ്റി കൂപശാസ്ത്രത്തെ പറ്റിയുള്ള ബുക്ക്, ഭൂഗർഭ ജല വിജ്ഞാനം എന്നും പറഞ്ഞ് അദ്ദേഹം തന്നെ എഴുതിയ വേറൊരു ബുക്ക്, പിന്നെ ഗണിത സാരം എന്നും പറഞ്ഞ് അദ്ദേഹം എഴുതിയ ഗ്രന്ഥം. അപ്പോൾ ഇത്രയും അടിസ്ഥാന ഗ്രന്ഥങ്ങൾ പയ്യന്നൂർ കേശവാചാര്യ തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ ഗൃഹചിത്രാവലി എന്നും പറഞ്ഞ് VK വാസു ആശാരി തണ്ണീർമുക്കം അദ്ദേഹം എഴുതിയ വാസ്തുവും ഈ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു ഗ്രന്ഥമാണ്. കാരണം ഈ മറ്റ് ഗ്രന്ഥങ്ങളിൽ വെറുതെ കാര്യങ്ങൾ പറയുന്നതല്ല, ഇത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരതിൻ്റെ ശ്ലോകസഹിതം
ഇതിനകത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗവേഷണ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിക്കാനായിട്ട് കൂടുതൽ അറിവ് അടിസ്ഥാന ഗ്രന്ഥങ്ങളെപ്പറ്റി നമുക്ക് നല്ല നിശ്ചയമില്ലെങ്കിൽ വെറുതെ നമ്മൾ ആൾക്കാർ പറയുന്നത് കേട്ട് നമ്മൾ അതിലേക്ക് പോവേണ്ടി വരും. അതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് പിന്നെ വാസ്തു കൗമുദി അതും അദ്ദേഹം തന്നെ എഴുതിയ ഒരു ഗ്രന്ഥമാണ്. ഇത് കൂടാതെ പിന്നെ ഉള്ളത് എൻ്റെ ശ്രദ്ധയിൽ എന്നെ കൂടുതൽ ആകർഷിച്ച ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞത് മനുഷ്യാല മഹാചന്ദ്രിക നീലകണ്ഠൻ ആശാരി എഴുതിയതാണ്. അതും മനുഷ്യാല ചന്ദ്രിക ഈ പറഞ്ഞതുപോലെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് അണുകിട പോലും വ്യത്യാസമില്ലാതെ ശാസ്ത്രം മാത്രം ഉൾപ്പെടുത്തി കാര്യങ്ങൾ വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും തച്ചുശാസ്ത്രം വാസ്തുശാസ്ത്രം ഒക്കെ എന്താണെന്ന് ഇതിലെന്തെങ്കിലും അന്ധവിശ്വാസങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും. പിന്നെ ഉള്ള ഗവേഷണ ഗ്രന്ഥങ്ങൾ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഞാൻ ഒന്ന് രണ്ടെണ്ണം പരിചയപ്പെടുത്താം. ഇതിൽ എ അച്യുതനും ബാലഗോപാൽ TS പ്രഭു എന്നും പറഞ്ഞ് രചിച്ചിട്ടുള്ള മനുഷ്യാല ചന്ദ്രികയുടെ ഒരു ബുക്കാണ്. ഇത് ഇംഗ്ലീഷ് ബുക്കാണ്. അപ്പോൾ ഇതും എന്താണ്, ഇതിൽ നിന്നൊക്കെ അവർ പഠിച്ച് ഗവേഷണം നടത്തി എഴുതിയതാണ്. ഇത് അടിസ്ഥാന ഗ്രന്ഥമല്ല, അത് ശ്രദ്ധിക്കണം. ഇത് ആധികാരികമായിട്ട് അതിൻ്റെ ആചാര്യന്മാരാണ് ഈ പിന്നെ കാണിപ്പുയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, പയ്യന്നൂർ കേശവാചാര്യ, വാസുദേവൻ ആചാര്യൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആചാര്യന്മാരാണ്. ഇത് ഗവേഷണം നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ച് അതിൻ്റെ ഗവേഷണം നടത്തിയ ആൾക്കാരാണ്. ഒരു കോളേജ് പ്രൊഫസറും എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ഇതായിട്ടുള്ള ആളുകൾ എഴുതിയ ഗ്രന്ഥമാണ്. പക്ഷേ ഇത് വിദ്യാർത്ഥികൾക്ക്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക്, പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കത്ത രീതിയിൽ അവർ ഇതിനകത്ത് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു റഫറൻസ് ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ വാസ്തുവിദ്യ വിജ്ഞാനകോശം ഇത് എഴുതിയിരിക്കുന്നതും ഇതുപോലെ ഒരു റഫറൻസ് ഗ്രന്ഥമാണ്. അതും നമുക്ക് അനുകരിക്കാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥമാണ്. എന്നാൽ അത് അടിസ്ഥാന ഗ്രന്ഥമെന്ന് നമുക്കതിനെ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ വാസ്തുവിദ്യ ദർശനം ബാലഗോപാൽ TS പ്രഭു അദ്ദേഹം എഴുതിയിട്ടുള്ളതും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക്, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗ്രന്ഥമാണത്. ഇങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അടിസ്ഥാന ഗ്രന്ഥങ്ങളെല്ലാം തന്നെ എല്ലാം എനിക്കിപ്പോൾ പരിചയപ്പെടുത്താനുള്ള സമയക്കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തുന്നു. ഞാൻ ഈ വാസ്തുവിദ്യ കൈകാര്യം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഗ്രന്ഥങ്ങളെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് കിട്ടിയ അറിവും ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് പ്രായോഗികമായിട്ട് 30 വർഷക്കാലം ഞാൻ എൻ്റെ കയ്യിൽ കൂടി പിറവിയെടുത്ത ഒരു പ്ലാന്, അത് വാസ്തുവിദ്യ അനുസരിച്ച് അതിൻ്റെ നിർമ്മാണവും ഞാൻ തന്നെ നടത്തി പൂർത്തീകരിച്ച് കൊണ്ടുപോയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഇത് ഞാൻ പിന്നെ അത്രയും ഈ ശാസ്ത്രത്തിൽ നമുക്ക് അതിന് വിശ്വാസവും അർപ്പണ മനോഭാവത്തോടു കൂടി ഞാനിത് പറയാനുള്ള ഒരു പ്രചോദനം എനിക്ക് തന്നത് എന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നു. കേരളത്തിൽ ഗൃഹനിർമ്മാണത്തിലിരിക്കുന്ന വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മനുഷ്യാല ചന്ദ്രിക ഏതാണ്ട് 20ഓളം ആചാര്യന്മാർ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. ഇനി അതല്ലാതെ തന്നെ മാർക്കറ്റിൽ അനേകം ബുക്കുകൾ വാസ്തുവിദ്യയെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി പലരും അവരുടേതായ രീതിയിലുള്ള നിഗമനങ്ങളിലെത്തി പിന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അത് ധാരാളം ആൾക്കാരത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു അടിസ്ഥാന ഗ്രന്ഥമല്ല. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിനും വാസ്തുശാസ്ത്രപരമായിട്ട് നമുക്ക് അംഗീകരിക്കപ്പെടേണ്ട ഒരു വിഷയമല്ല അത്. കാരണം അതിനകത്ത് ഓരോരുത്തരും, ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ നാളെ ഒരു മനുഷ്യാല ചന്ദ്രിക ഇറക്കാം, അത് എൻ്റെ കാഴ്ചപ്പാടാണ്. അതുപോലെ ഈ ഗ്രന്ഥകർത്താക്കൾ അവർ പലയിടത്തു നിന്നും കൂടെ ശേഖരിക്കുന്ന വിവരങ്ങൾ വെച്ചിട്ടാണ് ആ ഗ്രന്ഥങ്ങളിൽ കാര്യങ്ങൾ പറയുന്നത്. 100% വാസ്തുവിദ്യയെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ പറഞ്ഞ തത്വങ്ങളുമായിട്ട് യോജിച്ച് പോകുന്നതല്ല. അത് തന്നെയാണ് ഇന്ന് നമുക്ക് കാണുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടും നമ്മൾ കാണുന്ന ഈ വാസ്തുശാസ്ത്രത്തെ ഇത്രയും മലീനമസാക്കിയതും ഈ ഗ്രന്ഥങ്ങളും ഇത്തരം ആളുകളുടെ പ്രവർത്തനങ്ങളുമാണ്. ഞാൻ ആരെയും പേരെടുത്ത് കുറ്റപ്പെടുത്താനല്ല പറയുന്നത്. 95 മുതൽ 24 വരെ എനിക്കൊരവസരം കിട്ടിയപ്പോൾ ആ വാസ്തുവിദ്യ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അതിന് എത്രമാത്രം അതിനകത്ത് ദൈവികമായ ഒരു കാഴ്ചപ്പാടുണ്ടെന്നും അത് സത്യസന്ധമായിട്ട് ഒരു രീതിയിൽ കൈകാര്യം ചെയ്യാം. കാരണം ഗൃഹനിർമ്മാണം എന്നുള്ളത് ഒരു തൊഴിൽ മാത്രമല്ല, അത് ഏറ്റവും പവിത്രമായിട്ടൊരു യജ്ഞമാണ്, ഒരു കലയാണ്. അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ദീർഘമായിട്ട് ഇതിൻ്റെ പഠനങ്ങളിൽ ഏർപ്പെട്ടതും ഈ ഗ്രന്ഥങ്ങളെപ്പറ്റി ആധികാരികമായി വിലയിരുത്താനും അതിനെ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് ഈ അവസരം ഞാൻ
തിരഞ്ഞെടുത്തത്. കാരണം 30 വർഷം എൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് അത് പ്രയോജനം വരും എന്നുള്ളൊരു വിശ്വാസത്തിലും പല അഭ്യുദയകാംക്ഷികളും ഞാൻ 100 കണക്കിന് വീടുകൾ പണിത് കൊടുത്തിട്ടുണ്ട്, ആയിരക്കണക്കിന് പ്ലാന് കൊടുത്തിട്ടുണ്ട്. ഈ 30 വർഷക്കാലം അവരുടെ അനുഭവങ്ങളുടെ ചേർത്ത് വെച്ചും കൊണ്ടാണ് അവർക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ. കാരണം വാസ്തുവിദ്യ ഉൾപ്പെടുത്തി ചെയ്താലുള്ള ഗുണവും അല്ലാത്തത് ഒരിക്കലും ഞാനിത് രണ്ടിനെയും തള്ളിപ്പറയാൻ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 100% എൻ്റെ വിശ്വാസം അത് ദൈവികമായ ഒരു കാഴ്ചപ്പാടിൽ കൂടി സത്യസന്ധമായിട്ട് ഈ നിമിഷം വരെ ഞാൻ അത് വിട്ടിട്ടുള്ള ഒരു പ്ലാൻ വരയ്ക്കാനോ ഒരു നിർമ്മാണത്തിനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല. ആരെങ്കിലും ഒരു വാസ്തുവിദ്യ അനുസരിച്ചിട്ട് ഒരു വാസ്തു ദോഷം നോക്കാനായിട്ട് എന്നെ വിളിച്ചാൽ വളരെ സ്നേഹത്തോടെ ഞാൻ നിരസിക്കുന്ന ഒരു പതിവാണ് എനിക്കുള്ളത്. കാരണം ഒരു പണിത് കഴിഞ്ഞ ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം വാസ്തു നോക്കി പരിഹരിക്കുക എന്നുള്ളത് ശുദ്ധ അസംബന്ധമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനകത്ത് പരിഹരിക്കാൻ പറ്റുന്ന ചില ഘടകങ്ങളുണ്ട്. അങ്ങനെ ഞാൻ അപൂർവം അത്രയും വേണ്ടപ്പെട്ട ആളുകളുടെ വീടുകൾ പോയി ചെയ്ത് കൊടുത്തിട്ട് 100% അതിന് റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇനി അവസരം കിട്ടുമെങ്കിൽ ഞാനത് വിശദീകരിക്കാം. ഇപ്പോൾ ഞാൻ ഈ നമ്മൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ വഴിയോര കച്ചവടക്കാർ അല്ലെങ്കിൽ ബുക്ക് സ്റ്റാളുകളിൽ കിട്ടുന്ന വാസ്തു ഗ്രന്ഥങ്ങളെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞത്. ഇന്നിപ്പോൾ ഇതൊരു വാസ്തു ഗ്രന്ഥമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് ശരിയും തെറ്റും ഒക്കെ ഉണ്ട്, അത് നമ്മൾ വിലയിരുത്തിയാൽ മതി. അതുപോലെ ഇത് രണ്ടാമത്തെ ഒരു വാസ്തു ഗ്രന്ഥം മാർക്കറ്റിൽ കിട്ടുന്നതാണ്. പിന്നെ ഉള്ളത് ഇതൊക്കെ ഓരോ വാസ്തു ഗ്രന്ഥങ്ങളാണ്. ഇതിങ്ങനെ ഇഷ്ടം പോലെ ബുക്കുകൾ. ഇതിനൊന്നും ഒരു ആധികാരികത ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ഓരോരുത്തരും അവരുടേതായ വിശകലനം ചെയ്ത് ഇറക്കിയതാണ്. ഇത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച അവർ ബാലഗോപാൽ TS പ്രഭു അദ്ദേഹം എഴുതിയ ബുക്കാണ്. പക്ഷേ ഇതിനകത്ത് കുറച്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ഇത് ഇംഗ്ലീഷാണ്. ഇത് നമുക്ക് റെഫറൻസ് ബുക്കായിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അടിസ്ഥാനപരമായി വാസ്തുഗ്രന്ഥങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഗ്രന്ഥങ്ങളായിരിക്കും. അത് എല്ലാവരും ഒന്ന് വിലയിരുത്തി ഇനി നമ്മൾ വാസ്തുവായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇതിനെപ്പറ്റി ഒരു ബോധം, നമ്മൾ ഒരു ചിന്ത നമുക്ക് അതിനകത്ത് വേണം. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളെന്നുള്ള രീതിയിലാണ് ഞാൻ ഇത്രയും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നേരത്തെ നമ്മൾ മനുഷ്യാല ചന്ദ്രിക പോലുള്ള ഗൃഹനിർമ്മാണത്തിന് ആവശ്യമുള്ള ഗ്രന്ഥങ്ങളെ പറ്റിയാണ് പരിചയപ്പെട്ടത്. ഇനി നമ്മൾ ക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ കേരളത്തിലും ഭാരതത്തിലും ഉള്ളതിനെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഭാരതത്തിൽ മാനസാര ശില്പശാസ്ത്രവും മയമതത്തിലും അതിൻ്റെ ബുക്കുകളുണ്ട്. രണ്ട് പാർട്ടായിട്ടാണുള്ളത്. ഒന്ന് ഗൃഹനിർമ്മാണത്തിന് വേണ്ടിയുള്ള മയമതവും, രണ്ടാമത് ക്ഷേത്രങ്ങൾക്കുള്ള മയമതവുമുണ്ട്. അതിൽ മാനസാര ശില്പശാസ്ത്രത്തിൽ നമുക്ക് വോളിയം നമ്പർ 5 ഈ സീരിയൽ നമ്പർ 5 ക്ഷേത്രങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ അതിൽ ക്ഷേത്രം എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ നിർമ്മാണ രീതിയും ഒക്കെ വളരെ സവിസ്തരമായിട്ട് ഇത് സംസ്കൃത ബുക്കാണ്. അപ്പോൾ അതിനകത്ത് ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഭാരതത്തിലുള്ള ഇന്ന് കാണുന്ന എല്ലാ ക്ഷേത്രങ്ങളുടെയും രൂപകൽപ്പനയ്ക്ക് അടിസ്ഥാന ഗ്രന്ഥമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അത് 1 നില മുതൽ 2 നില മുതൽ 7 നില വരെ അങ്ങനെ ഓരോ ക്ഷേത്രത്തിൻ്റെ ഇതിൻ്റെ കണക്കും കാര്യങ്ങളും ഇതിനകത്ത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാനസാര ശില്പശാസ്ത്രത്തിൽ വോളിയം സീരിയൽ 5ഉം 6ഉം 7ലും അതേപോലെ തന്നെ അതിൻ്റെ നിർമ്മാണം കണക്കും എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഭാരത വടക്കേ ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള ക്ഷേത്ര നിർമ്മാണം. അതേസമയം ദക്ഷിണേന്ത്യയിൽ വരുമ്പോഴത്തേക്ക് ഇതിന് ഒരുപാട് സംസ്കാരങ്ങൾ മാറുന്നുണ്ട്. അതിൽ ഈ പ്രധാനമായിട്ട് നമുക്ക് പല്ലവ, ചാലൂക്യ, ദ്രാവിഡ സംസ്കാരങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും കൂടുതലായിട്ടുള്ളത്. കേരളത്തിൽ വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങൾ ക്ഷേത്രത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അടിസ്ഥാന ഗ്രന്ഥം ഒന്ന് കുന്നംകുളം എന്നുവെച്ചാൽ കാണിപ്പയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് രചിച്ച തന്ത്രസമുച്ചയം. അത് തന്ത്രസമുച്ചയമാണ് അടിസ്ഥാന ഗ്രന്ഥമായിട്ടുള്ളത്. അത് പലരും എഴുതിയിട്ടുണ്ട്, ഈ ആചാര്യന്മാർ തന്നെ. മറ്റേലേക്ക് ഞാൻ പോകുന്നില്ല. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കൂടുതൽ ആൾക്കാർ കൈകാര്യം ചെയ്യുന്നത് തന്ത്രസമുച്ചയം എന്നുള്ള ഈ കുന്നംകുളം ബുക്സ് ഇറക്കിയ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെയും പയ്യന്നൂർ കേശവാചാര്യ രചിച്ച ശില്പിരത്നം. ഇത് രണ്ടും ക്ഷേത്രത്തിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയുന്ന
ഗ്രന്ഥങ്ങളാണ്. ഈ ഗ്രന്ഥങ്ങളിലും വളരെ വിശദമായിട്ട് നമുക്ക് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തെപ്പറ്റിയും അതിൻ്റെ കാര്യങ്ങളും ശാസ്ത്രവിധികൾ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൂടാതെ കേരളത്തിലെ ഗവൺമെൻറ് തലത്തിൽ തന്നെ ഒരു പ്രസിദ്ധീകരണം, വളരെ വിശാലമായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണം ഇറക്കിയിട്ടുണ്ട്. അതിൽ എൻ്റെ ഈ ഗ്രന്ഥശേഖരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ക്ഷേത്രങ്ങളെ പറ്റിയുള്ള ഈ പഠന ഗ്രന്ഥം. ഇത് ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ബുക്കായിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. എല്ലാ വോളിയും എൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഞാൻ അതിൽ ഒരെണ്ണം മാത്രം ഞാൻ പരിചയപ്പെടുത്താം. ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ് ഉള്ള ഒരു ബുക്കാണ്. ഇതിനകത്ത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ ക്ഷേത്രങ്ങളെ പറ്റിയുള്ള വിവരങ്ങളും അതിൻ്റെ കണക്കും അതിൻ്റെ നിർമ്മാണ രീതിയും എല്ലാം ഇതിനകത്ത് പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അങ്ങനെ എല്ലാ ഡിസ്ട്രിക്റ്റിൻ്റെയും ബുക്കുകൾ ഞാൻ വാങ്ങി അത് സ്റ്റഡി ചെയ്ത ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താണ് ഞാൻ ഇത് ഇത്രയും കൊണ്ട് പറയാൻ ഉദ്ദേശിച്ച ഒരൊറ്റ കാര്യം, നമ്മൾ ഒരു ശാസ്ത്രം കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യം അത് കൈകാര്യം ചെയ്യുന്ന ആളിനെ, ഞാൻ ഒന്നുകൂടെ ഊന്നി പറയുന്നു, ആദ്യം അത് കൈകാര്യം ചെയ്യുന്ന ആളിന് ആ ശാസ്ത്രത്തിൽ വിശ്വാസം വേണം, അത് ശാസ്ത്രം അറിഞ്ഞിരിക്കുകയും വേണം. അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് കൊടുക്കാൻ നമുക്ക് അറിവില്ലെങ്കിൽ നമ്മൾ ഗുണത്തെക്കാളേറെ ദോഷം മറ്റുള്ളവർക്ക് അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യമാണ്. അതാണ് ഇപ്പോൾ നമുക്ക് ഈ ഇടക്കാലങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ 65 മുതൽ 90 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഗൃഹനിർമ്മാണത്തിൽ വാസ്തുവിദ്യയുടെ വലിയ സ്വാധീനം ഇല്ലായിരുന്നു. ആ സമയത്ത് ക്ഷേത്രങ്ങൾക്ക് മാത്രമേ വാസ്തുവിദ്യ ഉണ്ടായിരുന്നുള്ളൂ, ആളുകൾ നോക്കാറുള്ളായിരുന്നു. ബാക്കി അപൂർവം ആൾക്കാർ മാത്രമാണ് വാസ്തുവിദ്യ അനുസരിച്ചുള്ള ഗൃഹനിർമ്മാണത്തേക്ക് പോയത്. 95 മുതൽ ആദ്യമായിട്ട് വാസ്തുവിദ്യ അനുസരിച്ചിട്ട് ഒരു ഗൃഹനിർമ്മാണ ശൈലിക്ക് ഞാൻ തുടക്കം കുറിക്കുകയും അതിലാദ്യം ഗുരുകുലത്തിൽ ഇന്ന് കാണുന്ന ലെവലിലോട്ട് എത്താനായിട്ട് നിർമ്മിതി ഗുരുകുലമാണ് ആദ്യമായി ഇത് തുടങ്ങിയതെങ്കിലും 2 വർഷം 2 കോഴ്സ് കഴിഞ്ഞ് ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലത്തേക്ക് ഈ കോഴ്സ് മാറ്റുകയും ഇന്ന് അറിയപ്പെടുന്ന വാസ്തുവിദ്യ ഗുരുകുലമായിട്ട് ആറന്മുള മാറിയത്. അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം നിർമ്മിതിയിൽ ആ കോഴ്സില്ല. അപ്പോൾ അതിലെ ആദ്യത്തെ ഒരാളാണ് ഞാൻ എന്നുള്ളതും കൂടി ഞാൻ ഈ അവസരം എല്ലാവരെയും വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങളെയും ക്ഷേത്ര നിർമ്മാണ ഗ്രന്ഥങ്ങളെയും മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ഒരു അറിവ് വെച്ചും കൊണ്ട് ഞാൻ പരിചയപ്പെടുത്തി. ഇതെല്ലാവരും ശ്രദ്ധിച്ച് കാണണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.